എറണാകുളം മഞ്ഞുമലിൽ ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് സ്വയം കഴുത്തറുത്തു. ഭർത്താവ് ഹാരിസിന്റെ നില ഗുരുതരം. ഭാര്യ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അർച്ചനയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർച്ചന, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ? നന്ദു, രാത്രി ഏകദേശം 8 മണിയോടെയാണ് സംഭവം. മഞ്ഞുമൽ പള്ളിക്ക് സമീപത്താണ് ഈ വീടുള്ളത്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. ഈ ഭർത്താവ് ഹാരിസ് ഭാര്യ ആക്രമിച്ച് മുറിവേൽപ്പിച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. സ്വയം കഴുത്തിൽ മുറിവേൽപ്പിച്ചാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഭർത്താവ് ഹാരിസിന്റെ നില അതീവ ഗുരുതരമാണ്. ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുന്നത്. പരിക്കേറ്റ ഭാര്യ അസീനയെ ഷെഫീനയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും കുടുംബ തർക്കമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇരുവരും തമ്മിൽ പലപ്പോഴായി വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഇത്തരത്തിലേക്കൊരു പതിവ് തർക്കം ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹാരിസ് ക്യാൻസർ രോഗിയാണ്. ഭാര്യ ഫസീന ഇത്തരത്തിൽ മലപ്പുറം സ്വദേശിയാണ്. 2 പെൺകുട്ടികളുണ്ട്. എന്തായാലും രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെങ്കിലും ഭാര്യ ഗുരുതരമല്ല. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ ഇവരും ചികിത്സയിലാണ്. ശരി, അർച്ചനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം മഞ്ഞുമലിൽ ഭാര്യയെ കഴുത്തറുത്ത ശേഷം ഭർത്താവ് ഹാരിസിന്റെ നില അതീവ ഗുരുതരം. അർച്ചന, ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ സംഭവത്തിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ നാട്ടുകാരാണ് ആദ്യം ഈ സംഭവം അറിയുന്നത്. നാട്ടുകാരാണ് ഹാരിസിനെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇത്തരത്തിൽ പോലീസും പറയുന്നത്, നാട്ടുകാർ പറയുന്നത് അതേ സംബന്ധിച്ചാണ്. അതായത് വീട്ടിൽ പതിവായി തർക്കമുണ്ടായിരുന്നു. തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിലേക്ക് ഭാര്യയെ കുത്തി പരിക്കേൽക്കുകയും തുടർന്ന് ഈ ഹാരിസ് എന്ന് പറയുന്നയാൾ കഴുത്തിന് മുറിവേൽപ്പിച്ച് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. ഈ കഴുത്തിനേറ്റ മുറിവ് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കുടുംബ പ്രശ്നം എന്നാണ് സൂചന എന്നാണ്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകേണ്ടതുണ്ട്. എറണാകുളം മഞ്ഞുമലിൽ ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് സ്വയം കഴുത്തറുത്തു. ഭർത്താവ് ഹാരിസിന്റെ നില അതീവ ഗുരുതരം. ഭാര്യ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർച്ചന, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നമുക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ടോ? നാട്ടുകാരാണ് ഇത് സംബന്ധിച്ച് നമ്മളോട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് പതിവായി ഇത്തരത്തിൽ വീട്ടിൽ തർക്കമുണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പതിവ് തർക്കത്തിലേക്ക് നയിച്ചു എന്നാണ് നാട്ടുകാർക്ക് സംബന്ധിച്ച് വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ നാട്ടുകാർ തന്നെയാണ് ആദ്യം വീട്ടിൽ ഓടിയെത്തുകയും ഇത്തരത്തിൽ ഹാരിസിനെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ച് ഏലൂർ പോലീസ് സ്ഥലത്തെത്തുകയും ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും നിലവിലെ സൂചന അനുസരിച്ച് ഈ തരത്തിലൊരു തർക്കമാണ് ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് കലാശിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഭാര്യയുടെ നില ഗുരുതരമല്ല, ചെറിയ പരിക്കുകൾ മാത്രമാണ് ഏറ്റിട്ടുള്ളത്. എങ്കിലും ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പെൺകുട്ടികളുണ്ട്. ചെറിയ പെൺകുട്ടികളാണ്. ഇവർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തർക്കം നടക്കുന്നതും തുടർന്ന് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് പതിവ് തർക്കം നടക്കുന്ന ഒരു വീടാണ്. പലപ്പോഴായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് ഇന്നും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ആത്മഹത്യാ ശ്രമം ഉണ്ടായതെന്നാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് പറയുന്നത്. ഇതായാലും നാട്ടുകാർ തന്നെയാണ് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുള്ള ഹാരിസിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നന്ദി.